ബീട്രൂട്ട് അറിയണ ബീട്രൂട്ട് തോരനും വെച്ച് കുറച്ച് സാമ്പാറും ഉണ്ടാക്കാം. അവിയലും ഉണ്ടാക്കാം. അയ്യോ എന്ത് ഇപ്പോഴും കാതലായ കാര്യത്തിലോട്ട് വന്നില്ല. കാതലായ കാര്യം മുട്ട മതിയാ, മുട്ട പൊരിക്കാം. ഈ മുട്ട ഒന്നും വേണ്ട. എന്നാ പിന്നെ നിൽക്കാതെ പോയി മീൻ മേടിച്ചോണ്ടോ ചെല്ല്. ഇനി ആ ചെറുക്ക 24 മണിക്കൂർ റൂമിനകത്ത് കഥവടച്ച് കയറി ഇരിക്കായില്ലേ? അവിടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ. എന്നിട്ട് ആ മാർക്കറ്റിൽ ചെന്ന് 2000 രൂപയുടെ മീൻ വാങ്ങിച്ചിട്ട് വരാൻ പറ. 3-4 ദിവസത്തേക്ക് നമുക്ക് അത് കൂട്ടാനല്ല. അതിപ്പോ നിങ്ങൾ 2000 രൂപയ്ക്ക് മീൻ മേടിച്ചാലും നമുക്ക് 3-4 ദിവസം കൂട്ടാൻ പറ്റും. എന്റെ 2000 ചെലവാക്കി ഇവിടെ മീൻ കൂട്ടണ്ട. അല്ല പിന്നെ അല്ലേതാ കുട്ടിയൊക്കെ കഴിക്കും. ഇപ്പൊ എടി ഉള്ളതുകൊണ്ട് നമ്മൾ പൊലിപ്പിക്കാൻ പഠിക്കണം. ഉള്ളതുകൊണ്ട് ഇത്രയും പൊലിപ്പിക്കണില്ല. സാമ്പാറും അവിയലും ഈ തോരനും ഒക്കെ ഉണ്ടാക്കണില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഒരു 5000 രൂപ മീൻ ഇവിടെ കിടന്ന് കളി കാണിച്ചു തരാം. പാലും എന്ത് എവിടെ പോണം? ഞാൻ നിന്റെ കയറ്റി കൊടുക്കാൻ പോണം. കളിക്കല്ലേ? അതിനത്തോണ്ട. ഒന്നാമത്തെ മാസാവസാനമാണ്. കയ്യിൽ മൊത്തം തീർന്നിരിക്കണം. ഉള്ളത് ബാക്കിയുള്ള ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ അതേ പറ്റുള്ളൂ. അല്ല പിന്നെ അതൊന്നും ഉണ്ടാകണ്ട. ഒരു ചമ്മന്തി ചോറായിരുന്നല്ലേ മതി. പക്ഷെ ചമ്മന്തി ആയിരിക്കണം. നല്ല ഇഞ്ചിയൊക്കെ വെച്ച് അരച്ച് നല്ല ചമ്മന്തി ആയി. അല്ല ഇഞ്ചിയും പച്ചമാങ്ങയും ഒക്കെ വെച്ചിട്ടാണല്ലോ ചമ്മന്തി അരച്ച് അങ്ങോട്ട് തരണത്. അങ്ങനല്ല, നല്ല ഇഞ്ചി. നല്ല ഇഞ്ചിയാണോ? കുളിച്ചിട്ട് മേടിച്ചിട്ട് വരാം ഞാൻ. ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. ഇതിന്റെ ജംഗ്ഷനിൽ പോണം. ഒരാവശ്യമുള്ളത്. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവാ. എവിടെ? ജംഗ്ഷനില്. എന്തിനു? മുട്ടായി തരാനല്ലേ? അച്ഛന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോ. തന്നെ ഇവിടെ ഇഷ്ടം പോലെ കളിപ്പാട്ടുണ്ട്. രണ്ടും കൂടെ ഇവിടെ നിന്ന് കളിച്ചോ കേട്ടാ. ജംഗ്ഷനിൽ പോയിട്ട് പെട്ടെന്ന് വരുമോ? എന്തിനു പെട്ടെന്ന് ഒരു മടി കയറിയിരിക്കാതെ തമാശയൊക്കെ പറഞ്ഞോ? എന്തുണ്ടാക്കിനെ? ഒന്നുമില്ലേ? എന്തിനു ഇങ്ങോട്ട് വന്നത്? അവിടെ പോയിരുന്നേ മഴ തുടങ്ങി. ഇനിയിപ്പോ എങ്ങനെ ജംഗ്ഷനിൽ പോണ? കൊട ഞാൻ പോയിട്ട് വരാം. അമ്മ നിങ്ങൾക്ക് മിഠായി വേണോ? മിഠായി ഞാൻ ഇന്നലെ വാങ്ങിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് 2 രൂപ എടുത്ത് തന്നില്ലേ ബാഗിലുള്ളതെല്ലാം? ആരെങ്കിലും പോയിട്ട് വാങ്ങിക്കാം. ആവശ്യമില്ലാത്ത കൊച്ചിനളക്കല്ലേ മിഠായിയുടെ പേരും പറഞ്ഞേ. ഇണ്ടാണ്ടിരിക്കും. മിഠായി വേണോ കുഞ്ഞിന്? ഇന്നലെ തിന്നിട്ട് മതിയായില്ലേ? വേണോ? കുറച്ച് കഴിയുമ്പോ കേശി ചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാം കേട്ടോ. ഐഡിയ ഉണ്ട്. അച്ഛനടുത്ത് പറയണോ? പിള്ളേരെ കൊണ്ട് സമ്മതിക്കരുതോട്ടാ. ബാലുവേ എവിടെയാ? നീ ആറ്റിക്കര എത്തിയാ? ഇത്രയോട്ടൊന്ന് എത്തിയാ അവിടെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, അവിടെ ആ അമ്മച്ചിപ്പിളാവിന്റെ ചോട്ടി പോയിരിക്കും. മഴയൊക്കെ അല്ലേ, നല്ല സുഖം ഉണ്ടാവും. ഞാനേ കല്ലുൻ്റെ കൊടുക്കാം. കേട്ടല്ലോ? അപ്പൊ മേടിച്ചിട്ട് വരും കേട്ടോ. കേട്ടല്ലോ? മിഠായി ഇപ്പൊ കൊണ്ടുവരും കേട്ടാ. അമ്മ അമ്മയുടെ മുഖിൽ ചോര. ചോര? അത് ബീട്രൂട്ട് അരിഞ്ഞിട്ടേ മൂത്ത് കൊണ്ടതായിരിക്കും. കുഴപ്പമില്ല, അത് പോയിക്കോളൂ. മക്കള് പോയി കളിക്ക് ചെല്ല്. എന്ത് പോയി കളിക്ക് ചെല്ല്. സാറേ ഇത് കണ്ട കാര്യം പറയണ്ട കേട്ടോ ആരോടും. ഭയങ്കര മൊത്തം ട്രാഫിക്കും തിരക്കുവാണല്ലോ. മിക്കവാറും ഒരു ആക്സിഡന്റ് ഒക്കെ നടക്കും ഇവിടെ. എന്തോന്ന്? അല്ല ഞാൻ പറയായിരുന്നേ വൈറ്റിലെ ജംഗ്ഷനൊക്കെ തിരക്കാണെന്ന്. ഇതിപ്പോ ഈ കളിപ്പാട്ടം കൊണ്ട് ഇവിടെ ഇരിക്കപ്രതിയില്ലാത്ത അവസ്ഥയാണ്. കാറുവേ എന്താ ചേച്ചി? ഇത് മാത്രമേ ഉള്ളൂ, പഠിത്തമൊന്നും ഇല്ല കേട്ടാ. പഠിക്കാൻ പോണ? പഠിക്കാന്ന് വേണ്ട, ഇപ്പൊ കളിക്കട്ടെ പിള്ളേര്. കളി 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 കളി. പോട്ടെ, വണ്ടി പോട്ടെ. ഈ വണ്ടി രണ്ടാമത് പോട്ടെ. അടുത്ത വണ്ടി വേണ്ടേ? അടുത്ത വണ്ടി. വണ്ടി പറഞ്ഞേ ഇപ്പൊ പിള്ളേരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണ്ടേ, പിന്നെ അല്ലാതെ ഇപ്പൊ കളിക്കാൻ. അത് തന്നെ കിട്ടാവാ. പിള്ളേരുടെ മാമന്റെ എത്തിയല്ലോ. എവിടെ പോയതാടാ? ഞാനാ
ഞങ്ങളൊരു സാഹിത്യ സമ്മേളനം നടത്താനുള്ള ഒരു പരിപാടി. അപ്പോൾ അതിന്റെ കോർഡിനേറ്റർ ഞാൻ. കേശുവേ, നീ ഇങ്ങനത്തെ പരിപാടിയൊക്കെ തട്ടിക്കൂട്ടുന്നത് എന്തിനാ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനി? ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് വരകാനില്ലേ? ആ ചേച്ചി ആദ്യം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലായി കേട്ടാ. അപ്പൊ ഒരു ചെറുപ്പക്കാരനല്ലേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലടാ? അമ്മായി ഈടെയായിട്ട് എന്നെ ഭയങ്കരമായി അമ്മായി താറ്റുന്നു. മാമോ കുട്ടുമാമോ. എടേ നിങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കാൻ ഞാൻ ഇല്ല. നീ ആയി നിന്റെ അമ്മായിയായി. ഓ ഒരു കണക്കിന് അച്ഛൻ പറയണ കറക്റ്റ് തന്നെ കേട്ടാ. നാട്ടിൽ എത്രയോ നല്ലതുണ്ടായിരുന്നു, എന്നിട്ട് മാമൻ ചെന്ന് വീണ ഒരു കാട്ടുവല്ല. ഒരു ദിവസം നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ ഇതിനുള്ള മറുപടി തരാം കേട്ടാ. അമ്മായി ഞാൻ പാവം, ഞാൻ എന്തിനാ ഇത്? പിന്നെ നേരത്തെ ഞാൻ അടുക്കള ചെന്നപ്പോ അമ്മയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. എന്തോന്ന്? ചോരയാന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞത് ബീറ്റ്റൂട്ട് അടിച്ച കൈ കൊണ്ട് മൂക്കി തൊട്ടയാണ്. ബീറ്റ്റൂട്ട് അരിഞ്ഞ കൈകൊണ്ട് മൂക്കിൽ എന്തിനു തൊടണേ? എന്നിട്ട് പാർവതി ഇപ്പോഴൊക്കെ പറയണേ? ഞാൻ പറയാൻ വന്നപ്പോഴത്തേക്ക് ഇവള് കളിക്കാൻ വിളിച്ചു. എന്നിട്ട് ചേച്ചി എവിടെ? ചേച്ചി കണ്ട? അമ്മ എവിടെ? അമ്മ എവിടെ? ദൈവമേ, ഇനി ശ്രീ നിലത്തൊന്നും നിൽക്കൂല. അമ്മ പറഞ്ഞ് ആരുടെ അടുത്തും പറയരുതെന്ന്. ആരുടെ അടുത്തും പറയണ്ടിരുന്നു. പറയരുതെന്നാ? ആ ചേച്ചി എവിടെ? അടുക്കളയില്ലേ? അടുക്കളയിൽ കണ്ടില്ല, അവിടെ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന്. നിനക്കൊന്നും അറിഞ്ഞൂടെ എവിടെയാണെന്ന്? വന്നേ നോക്കാം. അമ്മ ചേച്ചി, അമ്മോ ചേച്ചി, അമ്മ ചേച്ചി അമ്മ ചേച്ചി ഇത് എന്തോന്ന്? ഇത് തൂക്കണ്. ഇത് തൂത്തുവിട്ടിട്ടുണ്ടെങ്കിലേ മഴ മാറുമ്പോ കത്തിക്കാല്ല. നിനക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വയ്യേ? അടങ്ങി വന്നിരിക്കുന്ന ഇതാര് ചെയ്യും? വല്ലവരും ചെയ്യോ? ജോലി ജോലി ജോലി, എപ്പോഴും ജോലി തന്നെ. രാവിലെ എന്തിനായിരുന്നു? രാവിലെ എന്തായിരുന്നു? രാവിലെ എന്ത്? അമ്മയുടെ മൂക്കിൽ നിന്ന് രാവിലെ ബീട്രൂട്ട് വലിച്ചിറങ്ങിയ. പാറു, ഞാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത് ബീട്രൂട്ട്, അത് ബീട്രൂട്ട് അരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമല്ലോ. അപ്പൊ ബീട്രൂട്ട് മൂക്ക് കുത്തി വീഴണ്ട. മൂക്കിന്ന് ചോര വന്നത് ഉള്ളത് തന്നെ. ഇപ്പൊ ചെറുക്കാൻ മൂക്കിന്ന് ചോര അല്ല വന്നത്, ബീട്രൂട്ടിന്റെ നീര് എവിടെ പറ്റിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. അത് പറയണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പേടിക്കൂലേ വെള്ളണ്ടാണെന്ന് വിചാരിച്ചിട്ട്. ആ കൊച്ചെന്ന് പറയുമ്പോ നിങ്ങൾ എന്തായാലും ഇപ്പൊ പേടിച്ചില്ലേ? എന്ത് ബീട്രൂട്ട് ഇറക്കാ? പാറുവിനെ വേണോട്ടെ തല്ലാൻ പിടിച്ചിട്ട്. പാറുവിന് ഇപ്പൊ സമാധാനമായല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് പറയണ്ട. എന്താ നിനക്ക് എന്ത് എന്തല്ല കൂടെ? ചേട്ടാ, ചേച്ചിയുടെ മൂക്കിന്ന് ചോര വന്നു. ചോര വന്നു. ചോര വന്ന എവിടുന്ന്? ചോരയല്ല ബാലു. എവിടുന്ന്? എവിടെന്ന് ചോര? എവിടെ എങ്ങനെ വന്ന? ബാലു അടുക്കളയിൽ രാവിലെ കണ്ടതല്ലേ, ഞാൻ ബീട്രൂട്ട് അരിയണ കണ്ടില്ലായിരുന്നു. ബീട്രൂട്ട് അരിഞ്ഞപ്പോ ആ കൈ എങ്ങനെ മൂക്കിൽ പിടിച്ച്. എവിടെ? ഓ അതിപ്പോ ഈ കൊച്ചത് ബ്ലഡ് ആണെന്ന് വന്ന് ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞ്. അത് എന്നെ കാര്യം. നീ പറയുന്നത് എനിക്ക് വിശ്വാസം ആവണില്ല. എടാ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് എടാ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ചുമ്മാ ടെൻഷൻ അടുപ്പിക്കാതെ ചേച്ചി. അങ്ങോട്ട് മാറിയില്ലേ? എവിടെയാടി? നീ ചുമ്മാ ടെൻഷൻ അടുപ്പിക്കില്ല, ഇങ്ങോട്ട് മാറിയില്ല. ഞാൻ ചോദിക്കാം മാറിയില്ലേ? ചേച്ചി ചേച്ചി ഉള്ളത് പറ. നിന്റെ മുക്കിന്ന് ചോര വന്ന നിനക്ക് ഞങ്ങളെ മനസ്സിലാവണോ? ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവും. പറ, ചോര വന്ന പറഞ്ഞു പറഞ്ഞ് ചോര വരുത്തുമല്ലോ ഇപ്പൊ. പറയോട്ട് ചോര വന്ന പറയാത്തത് നീ ഒന്നും മിണ്ടാത്ത എന്താണ്? ഈ ചെറുക്കൻ എന്തോന്ന് എന്താണെന്ന് പറ. കാര്യം എന്തോന്ന്? പറ അളിയാ. സമാധാനമല്ലോ ലച്ചു? ഞാനെന്ത് ചെയ്ത്? പാറുവിന് സമാധാനമല്ല. അവളുടെ ഒരു ബീട്രൂട്ട് ഇവളുടെ ചോര. എടാ രാവിലെ ബീട്രൂട്ട് അരിഞ്ഞപ്പോ ആ കയ്യില് ബ്ലഡ് പോലെയല്ലേ തോന്നുള്ളൂ. അതും എന്തോന്നു മോശം കൊണ്ട് കൈ പറഞ്ഞു പറഞ്ഞപ്പോ അതെല്ലാം കൊണ്ട് ചോര വരുത്തുമല്ലോ എന്റെ മൂക്കില്. ഇനിയിപ്പോ ഒറിജിനൽ ആയിട്ട് ചോര വരും, നോക്കിയോ? നിനക്ക് വട്ടാ നിനക്ക്. പിന്നെ അല്ലാതെ ഞാൻ പോണു. ചുമ്മാ എന്തിനു വെറുതെ ടെൻഷൻ അടിക്കണത്? ആ പോ ഗൗരി. ഞാൻ എന്തിനു പറഞ്ഞ ശ്രീ പോ. പിന്നെ നീ ഇവിടെ തന്നെ നിന്നോ? വലിയ നേഴ്സാണ് പോലും. എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റൂല. ചുമ്മാ നിന്നിട്ട് അവിടെ നിന്നിട്ട് വാല പോലെ നിൽക്കുകയാണ്. നിനക്ക് എന്താ ഇറക്കാം? പോയടക്കപ്പുറത്തോട്. അതിന്റെ പുറത്ത് കുതിര രാജനുണ്ട്. എന്തിനാ നീ ഉള്ള പറ. ചോര വന്ന് ഉള്ളത് തന്നെ. അമ്മ എല്ലാരും പറഞ്ഞിടാൻ നിൽക്കുവാടാ. സത്യം പറയാമോ? ശരിക്കും അമ്മയുടെ മൂക്കിൽ ചോര വന്നാ? ഇല്ലാത്ത സത്യം എങ്ങനെയാ ലച്ചു പറയണത്? പറഞ്ഞില്ലേ, അതാണ് സത്യം. അപ്പൊ പറഞ്ഞ് എല്ലാവർക്കും മഹാരോഗ്യാക്കണം എന്നെ. അത് തന്നെ. ഞാൻ മണ്ടടിച്ച് പൊളക്കും. ഞാൻ ഒറിജിനലായിട്ട് മൂക്കി കൂടെ ചോര വരും കേട്ടോ. നീ ചോര വരും കാരണം ഞാൻ പറയാം. എടാ നിന്നെ മഹാരോഗ്യമാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. എന്താണ്? എന്തെങ്കിലും ഉണ്ടാ? ഒന്നും ഇല്ലല്ലോ. ബ്ലഡ് വന്നാ
ഇല്ല. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ കയറി നിൽക്കണ എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്കിവിടെ തൂത്ത് വരണം, ഒന്ന് പോയി തരാമോ? ആ ജോലി എന്ത് പറഞ്ഞാലും ജോലി. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അമ്മ ചെയ്യത്തില്ല. അത് തന്നെ, ഇനി ചേച്ചി ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. അത് തന്നെ. അപ്പൊ ഇനി ഇവിടെ മൊത്തം വൃത്തിയായിട്ടിരിക്കും കേട്ടാ. ഓളാ എടി വല്ല ഉണ്ടെങ്കിൽ തുറന്ന് പറയടി വന്നാ ഇതിന് വല്ല പറ്റി കഴിഞ്ഞാൽ കുടുംബം പിന്നെ ആര് നോക്കും? ഇത്രയും നാള് കുടുംബം ആര് നോക്കും പറ? വല്ല എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം ആര് നോക്കും? പറ. ബ്ലഡ് വന്നാ ഉള്ളത് തന്നെ. ചെറുക്ക ഇത് രണ്ടുപേരെ സഹിക്കാന്ന് വെച്ചിട്ട് പാടാട്ടെ. ഇത്ര നാൾ വലിയ ശല്യമില്ലായിരുന്നു നിന്നെ കൊണ്ട്. ഇതിപ്പോ ബാലുവിനെ സഹിക്കണം, നിന്നെ സഹിക്കണം. ഒന്ന് വിളിച്ചിട്ട് പോകാൻ ലച്ചു. ഇത് വല്ലാത്ത പാട്. ഞാനങ്ങ് പോയ പ്രശ്നം തീരുമല്ലോ. അടക്കളല്ലേ സഹായിക്കാൻ വേണ്ടി പിള്ളേരൊക്കെ ഉണ്ടാ? എന്തോ പുതിയ കറിയൊക്കെ ഉണ്ടാകണമെന്നും പറയാൻ രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഇനി കുറച്ചു കാലത്തേക്ക് പിള്ളേര് അടുക്കളയിൽ നിന്ന് സഹായിക്കട്ടെ. കുഴപ്പമില്ല. അവരിപ്പോ ഞാൻ അവര് കയറാന്ന് പറഞ്ഞോണ്ട് ഞാൻ കയറാൻ ഇരുന്നതാ. അങ്ങനെ വൈകി എന്നെ കണ്ടിട്ട് അങ്ങനെ വയ്യാത്ത പോലെ തോന്നണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തലവേദന ഉണ്ട്. അതെനിക്ക് ഉറക്കമൊന്നും ശരിയല്ലല്ലോ. മുഖത്തൊരു വാട്ടമുണ്ട്. തലവേദന എല്ലാവർക്കും വരും, പ്രായമാകുമ്പോൾ വരും. നല്ല ക്ഷീണം നിനക്ക്. ബാലു ഇടയ്ക്കൊന്ന് ബോഡി ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാനാ? പിന്നെ എന്നിട്ടാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആ ടെൻഷനാകാൻ വേണ്ടി ബോഡി ചെക്കപ്പ്. ഇതാണ് കുഴപ്പം. എല്ലാവരുടെയും കുഴപ്പം ഇതാണ്. ടെൻഷൻ ആവുമെന്ന് വെച്ച് ചെയ്യില്ല. പക്ഷെ അങ്ങ് ചെയ്യണം ഇടയ്ക്ക്. ആദ്യം നീ പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യ്. ഞാൻ ചെയ്യണം. എനിക്ക് ഒന്നാമത് ഈ പുറത്തുള്ള ആഹാരം ശരിയാവില്ല. പിന്നെ ഇവിടുന്ന് നീ പൊതിച്ചോറ് കെട്ടി തന്നു കഴിഞ്ഞാൽ സമയത്ത് കഴിക്കാനും പറ്റില്ല. ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റ്, അതിൽ നിന്ന് അവിടുത്തെ വേറെ സൈറ്റ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും പറ്റൂല. അത് എന്ത് ചോര ചോര ശ്രീകുട്ടാ ഗൗരിയായി മകളാടാ. എന്തോന്ന് പറ്റി? എന്ത് ഇല്ല ചേച്ചി ചോര ചോരരുതമ്മ മുങ്ങിയത്. ചേച്ചി പറയൂ. എന്താ ചേച്ചി? ഒന്നുമില്ലടാ. ചോദിച്ചല്ലേ, നീ പറയണില്ലല്ലോ എന്താണെന്ന് കാര്യം. ഇതെന്തോ പറഞ്ഞ എന്നെ ടെൻഷൻ പിടിച്ച് കൊല്ലുമല്ല നിങ്ങളെല്ലാരും കൂടെ. ഇവളിങ്ങനെ പറഞ്ഞു വണ്ടി വിളി. എടാ വണ്ടി വിളിയടാ. എനിക്ക് കൈയും കാലും ഒന്നും ആടണ്ടാ. എനിക്ക് വണ്ടി വിളി. വേണ്ടടാ. പിന്നെ വേണ്ടെന്ന് പറഞ്ഞ ചോര വരുന്നുണ്ടില്ലേ? കുഴപ്പമില്ല, അത് മാറിക്കോളും. ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാമ്മ. വേണ്ട ഹോസ്പിറ്റലിൽ പോട്ടെ. പിന്നെ അത് മാറിക്കോളും. ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോ എന്തെങ്കിലും പൊട്ടിയിരിപ്പുണ്ടായിരിക്കും. ഞാൻ അവള് മൂക്കിൽ ചോര ഒലിപ്പിച്ചിട്ട് സമാധാനം പറയണ്. കുട്ടപ്പണവളെ എടി എന്ന് തുടങ്ങി പറ. എന്ത് തുടങ്ങിയത്? ഇത് ഇന്നലെ തുടങ്ങിയതല്ലേ. പറ ചേച്ചി എന്താണ് പറ. ഇത് വലിയ കഷ്ടമല്ലേ? ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ എല്ലാരും കൂടെ എന്തിനിങ്ങനെ കാണിച്ചു കൂട്ടണത്? ഈ കൊച്ച മരക്കുറ്റി പോലെ നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്താണെന്ന് അനലൈസ് ചെയ്യ്. ഇപ്പൊ അനലൈസ് ചെയ്തവളങ്ങ് പറയും. വണ്ടി വിളിക്കടാ. എടാ വണ്ടി വിളിയടാ. അങ്ങോട്ട് വിളിക്കാൻ പോയപ്പോ അമ്മ സമ്മതിക്കില്ല മാമ. നീക്കൊന്ന് സമാധാനപ്പെട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറയാം, ഉള്ള സത്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കളയിൽ മഴയൊക്കെ തെന്നി സത്യം പറ. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒന്ന് വീണായിരുന്നു. അപ്പൊ മറ്റേ ഇരുമ്പ് ഡോറില്ലേ, അവിടെ എന്റെ മൂക്കൊന്ന് അടിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മൂക്കിലിങ്ങനെ വിരലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ചോര ആയിരിക്കും ഇപ്പൊ വരണത്. എവിടെ അടിച്ച്? തലല്ല, ഇങ്ങനെ മൂക്കിടിച്ചായിരുന്നു. അതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? സത്യം ഞാൻ സത്യമല്ലേ പറയുള്ളൂ. പിന്നെന്താ? ഇട്ടേ ബാലു, വീണ്ടും ബാലു. ഇതെന്തോന്നത്?
ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കും. വിട്ടേ വാലോന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. കാണിക്കണേ എന്തല്ലേ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. അതെ ചേച്ചി പോവാ. ഇനി വരുവാണെങ്കിൽ പോവാം. ഇല്ല ചേച്ചി പോകുന്നതായിരിക്കും നല്ലത്. ഇനിയല്ല, ഇനി വരുവാണ് പോവാം. ഉറപ്പായിട്ട് പോവാം. 2-3 പ്രാവശ്യമായില്ലേ, നമുക്ക് പോവാം. അതാണ് നല്ലത്. വാ, നീ ഇറങ്ങി. മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവനെ. ചേച്ചി ശ്രീ പറയുന്ന കാര്യമുണ്ട്. ടെൻഷൻ അടിയണ്ട, ടെൻഷൻ അടിയണ്ട. വാ. യേശുവേ, ആ അച്ഛാ പറയാ. മക്കളെ പുതിയ വർക്ക് സൈറ്റിന്റെ പ്ലാനൊക്കെ കിട്ടി. എഞ്ചിനീയറെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. മനസ്സ് വല്ലായടാ. അവിടെ നിന്നിട്ട് ഒരു ഇരിക്കപ്രതിയില്ല. ഞാനാണ് ഇങ്ങോട്ട് ഓടിയത്. മക്കളെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാ? അപ്പം കുഴപ്പമില്ല. ചോര വല്ല വന്നാ? ഇല്ലില്ല, അതിന് ശേഷം പിന്നെ ചോര വന്നിട്ടില്ല. അമ്മ വിളിക്കണോ? മാ അമ്മോ ഇവിടെ കാണാനില്ലല്ലേ? അടക്കളയല്ല വർക്ക് ഏരിയയിലാണ്, പോയി നോക്കടാ. അമ്മ ഒന്നിന് പറഞ്ഞ് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ മടുത്ത്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ യോ കല്യാണം കഴിക്കട പ്രശ്നമേ ഇല്ല. ഛെ, അമ്മ എവിടെയും കാണാനില്ല. അടുക്കളയിലില്ല, വർക്ക് ഏരിയയിലും ഇല്ല, അവിടെ ഇല്ല. എടേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയടേ. ലച്ചേച്ചാണ്ട് ഇതിനകത്ത് ഉറങ്ങുന്നുണ്ട്. എന്തോന്ന് മക്കളെ ഇത്? പകൽ ഉറക്കം ഉറങ്ങിട്ട് പിച്ചും പൈ വിളിച്ചു പറയണ മക്കളെ. അമ്മ എവിടെ? എവിടെന്നാ ചേച്ചി? അമ്മ എവിടെന്ന്? ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ പൊന്നു മക്കളെ, അമ്മയ്ക്ക് ഒട്ടും വയ്യ. മക്കളെ ഈ കിടന്ന് ഉറങ്ങല്ലേ. ഞാൻ അവിടെ കൂടെ പോയി നോക്കിട്ട് വരാം. എൻ്റെ പൊന്നു മക്കളെ, അമ്മയ്ക്ക് വയ്യ. നിന്റെ പകൽ ഉറക്കം നിർത്ത്, എന്നിട്ട് അമ്മയെ സഹായിക്ക്. എന്തോന്ന് വെച്ചാ അതിന് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്നും കിടന്ന് ഉറങ്ങാറില്ലല്ലോ. വല്ലപ്പോഴും ഇതേപോലെ കിടന്ന് ഉറങ്ങും. അത് എൻ്റെ പൊന്നിൽ വെച്ചു ഇങ്ങനെ പോകണമെങ്കിൽ എനിക്ക് വെട്ടി തുറന്ന് പറയേണ്ടി വരും. നീ കുഴിപ്പള്ളത്ത് പോകണം നല്ലത്. എനിക്ക് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇത്തിരി വെള്ളം എനിക്ക് തരാൻ. അവളെ ജോലി നടുപിടിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാലേ അച്ഛന് ചിലപ്പോ പിടിക്കൂല. അതുകൊണ്ട് എന്തോന്നിയാ നിങ്ങളെല്ലാവരും റൂമിലുണ്ടായിരുന്നു? ഓ, ഈ കൊച്ചെപ്പോഴും പാട്ട് കഥ എന്നൊക്കെ പറഞ്ഞ് റൂമിലോട്ട് കയറി വരും. അവിടെ ഇരിക്കും. ചേച്ചി എവിടെ? എവിടെ? നീല എവിടെ പോയി? ചേച്ചി ഇവിടെ പോയി ലച്ചു. ഞാൻ അതും അമ്മയോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അമ്മ എന്ത്? പിള്ളേർ നീയൊക്കെ എന്ത് മതി പറഞ്ഞാണ് നടക്കണത്? അവളാണ് മൂക്കിന് ചോര ഒലിപ്പിച്ച് നടക്കുകയാണ്. ആർക്കും ചോദിക്കേണ്ട ഒന്നുമില്ല, ആർക്കും അറിയേണ്ട ഒന്നും. ആരെങ്കിലും ഒന്ന് പറ, എൻ്റെ ഭാര്യ എവിടെയുടെ? ഓവറാവും. ഒരു മൊട്ടുസൂചിയുടെ കാര്യത്തിൽ ഞാൻ ഓവറാവും. പിന്നെയാണ് എൻ്റെ ഭാര്യയുടെ കാര്യം വരുമ്പോ ഞാൻ ഓവറാത്തത്. ഇവിടെ ആരെങ്കിലും ഒന്ന് വിളിയടേ. വിളിക്കാം. ആ അമ്മ അമ്മ അച്ഛാ അമ്മ. ഹലോ, എടാ നീ എവിടെ പോയത്? പറയാന്ന് ഈ വിളിക്കുമ്പോഴൊക്കെ പറയാന്ന് പറഞ്ഞ പിന്നെ ഞാൻ തോന്നിയായി. പറയാന്ന് നിന്റെ അടുത്തും കൂടെ ഞാൻ ഇപ്പൊ പറയണം. എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ പറയാൻ എൻ്റെ അടുത്ത് പറയരുത്. പറയണ്ടേ? അപ്പൊ പറഞ്ഞിട്ട് പോണം. പോടാ പോ. പറയാം. ഹലോ, ആ സാറേ. ഇല്ല സാർ, ഇന്ന് വരാൻ പറ്റില്ല. ഇല്ല സാറേ, വരാൻ പറ്റില്ല സാറേ. എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സാധനം മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഓ ശരി സാറേ. ഓ സാറേ എന്തൊന്നും ചെയ്യ്. ശരി സാറേ, ഓക്കെ. പിന്നല്ലാതെ മനുഷ്യ ഇവിടെ ഒപ്രാളപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണേ.
സമാധാനം ജയിക്കുമ്പോഴാണോ? അല്ലേ ചേച്ചി വിളിച്ച ചേച്ചി വിളിച്ച ഇല്ല. വിളിച്ചില്ലേ? വിളിച്ചപ്പോ എന്താ പറയണത്? എടാ ഞാൻ വിളിച്ചപ്പോ എന്താ വരണ ബാലു എന്ന് പറയണം. ഇത് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ വയ്ക്കും ഞാൻ പിന്നെ വിളിക്കാന്ന് ഇത് എവിടെയാണെന്ന് പറയണില്ലല്ലോ. ലച്ചുവായി ഓ എന്തോന്നാണ്? എന്താ ഇങ്ങോട്ട് വാ. എന്താ പിന്നെ അവിടെ ഒളിച്ചു കളിക്കുന്ന എന്തോന്ന്? ആര് വിളിച്ചു കളിച്ച്? ഞാൻ വെറുതെ തലയിട്ട് നോക്കിയതാ. എങ്ങനെ നോക്കിയത്? ഇങ്ങനെ. അമ്മ എവിടെ പോയത്? അമ്മയുടെ പോയത് എനിക്കറിയില്ല. ലച്ചു എന്റെ ചേച്ചി എവിടെ പോയെ? അതെന്റെ അമ്മയാണ്. നിനക്ക് അമ്മയാവണതിന് മുമ്പേ ഇദ്ദേഹത്തിന്റെ ഭാര്യ, അതിനു മുമ്പേ നീലു എന്ന് പറയുന്ന വ്യക്തി എന്റെ ചേച്ചിയായിരുന്നു. ശ്രീ എന്താണ് പ്രശ്നം? ഇതിനൊക്കെ ശേഷമാണ് നീ എന്റെ ഭാര്യ. അതുകൊണ്ട് നീ മിണ്ടാരി. അളിയാ ലച്ചുവിന് അറിയാം ചേച്ചി എവിടെ പോയെന്ന്. ചോദിക്കാലോ. എന്തോന്ന്? നിന്റെ കള്ള ഉറക്കം കണ്ടപ്പോഴേ വിചാരിച്ച് നീ വെറുതെ കയറി കിടക്കണം. കേശുവേ എന്തിനാ എന്നെ വിളിക്കണത്? അമ്മ എവിടെ പോയെന്ന് അറിയാമെങ്കിൽ പറയാൻ കൊണ്ട്. ചേട്ടാ ശ്രീ അവക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അവള് പറയൂലേ? ഇത് വെറുതെ എന്നെ മെക്കിട്ട് കയറുന്നു അമ്മായി. അച്ഛാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കുളിപ്പടത്ത് പോവേ. എങ്കിൽ ഞാൻ നിന്നെ അവിടെ ഒന്ന് വെക്കും. എന്റെ ദൈവം ഇത് എന്തോന്ന് വിധി ഇത്? ദുർവിധി. ഇതെന്താണിത്? എന്ത് ബഹളമാണ്? റോഡ് വരെ കേൾക്കാലോ നിങ്ങളെല്ലാരെയും ബഹളം. എന്തിനാണെന്ന് വെച്ചെടുക്കണേ? വന്നടേ ഇതിന്റെ ചേച്ചി. ചേച്ചി നീ ഇത് എവിടെ പോയിരുന്നത്? മനുഷ്യനെ തീ തെറ്റിക്കാൻ തന്നെയാണ് അതിന്റെ പരിപാടി. എവിടെയെങ്കിലും പോയാ ഫോൺ വിളിച്ചാ എവിടെയാണ് എന്താണ് ഏതാണെന്ന് വിളിച്ച് പറയണം അല്ലേ? അങ്ങനല്ലേ വേണ്ടത്? പിന്നല്ലേ പറഞ്ഞിട്ട് വേണം എന്റെ പുറകെ എല്ലാരും കൂടെ ബഹളം വെച്ച് വരാൻ. അമ്മ എപ്പോഴെങ്കിലും വന്ന നന്നായി. അച്ഛനും മാമനും എന്നെ കൊന്നേനെ. എന്താ നിനക്ക്? ഇല്ല എവിടെ പോയെന്ന് പറയണ്ടേ? ഫോൺ വിളിക്കുമ്പോഴത്തേ വയ്ക്കടാ ഫോൺ വയ്ക്കടാന്ന് പറഞ്ഞോണ്ടിരുന്ന അളിയെ വിളിച്ചപ്പോഴും അത് തന്നെയല്ല പറഞ്ഞത്. ആലു എന്ത് ആലു? ചേച്ചി കയ്യിലെന്താണ്? കയ്യില് ഒരു സ്കാനിങ് റിപ്പോർട്ട് ഞാനൊന്ന് സ്കാൻ ചെയ്തായിരുന്നു. ചേച്ചി അമ്മ തുടങ്ങി. ഇനി ഓരോരുത്തരായിട്ട് അങ്ങ് വിളി തുടങ്ങും. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഒരു കാര്യം പറയാൻ പറ്റില്ല. സ്കാൻ ചെയ്തപ്പോ എനിക്ക് വലിയൊരു കുഴപ്പമുണ്ട്. വലിയ കുഴപ്പോ? ഡോക്ടർ എന്താ പറഞ്ഞത്? എനിക്ക് പേരൊന്നും അറിയില്ല. മെഡിക്കൽ സയൻസിന് ഇതിന്റെ പടവലത്വം വിളിച്ച് പറ. അറിയിക്കേണ്ടവരെല്ലാം അറിയിക്ക്. ചുമ്മാ ഇരുന്നേ ബാലു, അടങ്ങിയിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനും ഒക്കെ അലർജിക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാന്ന് അവർ പറഞ്ഞായിരുന്നു. അതിന് വേണമെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് നോക്കിക്കോ. ഇവിടെ നേഴ്സൊക്കെ ഉള്ളതല്ലേ. എന്തേ മനുഷ്യനാ എന്തു ബാലു ഇത്? പറഞ്ഞു കൊടുക്ക എന്താന്ന്? ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് ബാലു. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. എണീക്കങ്ങോട്ട് അങ്ങോട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ. താങ്ക് യു. അത് വായിച്ചല്ലോ. ടെൻഷനായി പോന്നു. ടെൻഷൻ മാറിയില്ല. ഇനി സന്തോഷത്തോടെ ഇരിക്കേ. സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലേ? Perfectly all right. She's perfectly all right. ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞതാണോ? പഠിക്കാൻ വിട്ട സമയത്ത് നേരെ പഠിക്കണമായിരുന്നു. മാങ്ങ എറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റും. അത്ര വ്യത്യാസം അറിഞ്ഞൂടാ. പെട്ടെന്ന് മനസ്സിലാക്കി. പഠിക്കാൻ പോണ സമയത്ത് പഠിക്കണമായിരുന്നു. മാങ്ങ എറിഞ്ഞ് പനയും കയറി തെങ്ങും കയറി നടന്നപ്പോ അറിഞ്ഞില്ല. അതുകൊണ്ടൊരു അബദ്ധമാണ്. മനസ്സിലായില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സന്തോഷിക്കണം. എന്റെ ഇതിനൊരു കുഴപ്പമില്ലടാ. എന്റെ ഇതിനൊരു കുഴപ്പമില്ലടാ. ഇതായിരുന്നല്ലോ അർത്ഥം. അതിന്റെ അർത്ഥം ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്.